സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ LPSA NCAക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും LP UP ഇന്റർവ്യൂ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം LPSA NCA പരീക്ഷ വന്ന് നമ്മുടെ മുമ്പിലെത്തി നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും നല്ല ടെൻഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ LPSA NCAക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾക്കറിയാം ഓൺലൈൻ പരീക്ഷയായിട്ടാണ് LPSA NCA പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു ഓൺലൈൻ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതിന് നല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടി 25 ഓൺലൈൻ മോഡൽ പരീക്ഷകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് 25 മോഡൽ ഓൺലൈൻ പരീക്ഷ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് പോകാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഓൺലൈൻ പരീക്ഷ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ LPSA NCA എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ കേട്ടോ. ഇനി അവസാന നിമിഷം റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ മെറ്റീരിയൽസും എല്ലാം ഒന്ന് ഓടിച്ചു നോക്കി പോയി പകുതി പഠിച്ച് നിൽക്കുന്നവർക്കും പഠിച്ച് കംപ്ലീറ്റ് ആവാനുള്ളവർക്കും ഒരു റിവിഷൻ വേണ്ടവർക്കും ഒക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും ഈ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. കൂടി 25 ഓൺലൈൻ മോഡൽ എക്സാമും. അപ്പൊ വേണ്ടവർ വേഗം തന്നെ ഇപ്പൊ തന്നെ മെസ്സേജ് അയച്ചുള്ള LPSA NCA എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി LP UP ഇന്റർവ്യൂ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ LP UP ഇന്റർവ്യൂവിന് വേണ്ടി സമഗ്രമായി തയ്യാറെടുക്കാൻ വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ 10 മോഡൽ എക്സാം LP UP ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു. അപ്പൊ ആർക്കെങ്കിലും LP UP ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്കോ മോഡൽ എക്സാമോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ LP UP ഇന്റർവ്യൂ എന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ എടുത്തേക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പഠന രീതികളാണ്. പഠന രീതികൾ LP UP ഇന്റർവ്യൂവിന് ചോദിക്കാനും സാധ്യതയുണ്ട്, LPSA NCA പരീക്ഷയ്ക്ക് ചോദിക്കാനും വളരെ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് പഠന രീതികൾ പഠിക്കാം. ഈ പഠന രീതികളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ശിശു കേന്ദ്രീകൃത രീതിയും അധ്യാപക കേന്ദ്രീകൃത രീതിയും. അതിൽ നമുക്ക് ആദ്യം ശിശു കേന്ദ്രീകൃത രീതി എന്താണെന്ന് പഠിക്കാം. ശിശു കേന്ദ്രീകൃത രീതിയെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അല്ലെ 5 രീതിയാണ് ശിശു കേന്ദ്രീകൃത രീതിയായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? അന്വേഷണാത്മക രീതി, പ്രശ്ന പരിഹരണ രീതി, അപഗ്രന്ഥന രീതി, പ്രൊജക്ട് രീതി, കളി രീതി. അപ്പൊ ശിശു കേന്ദ്രീകൃത രീതികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അന്വേഷണാത്മക രീതി വരുന്നുണ്ട്, പ്രശ്ന പരിഹരണ രീതി വരുന്നുണ്ട്, അപഗ്രന്ഥന രീതി വരുന്നുണ്ട്, പ്രൊജക്ട് രീതി വരുന്നുണ്ട്, കളി രീതിയും വരുന്നുണ്ട്. അപ്പൊ 2 രീതിയിലുള്ള പഠന രീതികളാണ് വരുന്നത്. ഏതൊക്കെയാണ്? ശിശു കേന്ദ്രീകൃത രീതി, മറ്റൊന്നേതാ? അധ്യാപക കേന്ദ്രീകൃത രീതി. അതിൽ ശിശു കേന്ദ്രീകൃത രീതിയാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. അപ്പൊ ശിശു കേന്ദ്രീകൃത രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം? അന്വേഷണാത്മക രീതിയുണ്ട്, പ്രശ്ന പരിഹരണ രീതിയുണ്ട്, അപഗ്രന്ഥന രീതിയുണ്ട്, പ്രൊജക്ട് രീതിയുണ്ട്, കളി രീതിയുണ്ട്. അപ്പൊ ഈ അധ്യാപക കേന്ദ്രീകൃത രീതിയിൽ എന്താണ് ഈ അന്വേഷണാത്മക രീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് വൺ. അപ്പൊ ഫസ്റ്റ് വൺ ഏതായിരുന്നു നമ്മൾ പഠിക്കാൻ പോകുന്നത്? അതാണ് അന്വേഷണാത്മക രീതി. അപ്പൊ അന്വേഷണാത്മക രീതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. അന്വേഷണാത്മക രീതി എന്ന് പറയുന്നത് ഇതൊരു ഹ്യൂറിസ്റ്റിക് രീതിയാണ്. കണ്ടെത്ത രീതി എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പൊ അന്വേഷണാത്മക രീതി എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ഹ്യൂറിസ്റ്റിക് രീതിയാണ്, കണ്ടെത്ത രീതി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഒരു സന്ദർഭമായോ അനുഭവങ്ങളുമായോ ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയ നിവാരണത്തിനായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഏത്? അന്വേഷണാത്മക പഠന രീതി. ഒരു സന്ദർഭമായോ അനുഭവങ്ങളായോ ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയ നിവാരണത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത്? അന്വേഷണാത്മക പഠന രീതി എന്ന് പറയുന്നത്. അപ്പൊ ഈ അന്വേഷണാത്മക പഠന രീതി എന്താ? ഒരു സന്ദർഭമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു സംശയ നിവാരണത്തിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അന്വേഷണാത്മക രീതി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെന്താ? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കുട്ടികൾ സ്വയം പ്രശ്ന പരിഹാരം കണ്ടെത്തുന്നു. അല്ലെ, കുട്ടികൾ സ്വയം എന്താണ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കുട്ടികൾ സ്വയമായിട്ട് എന്ത് ചെയ്യുന്നു? അന്വേഷണാത്മക രീതിയിലൂടെ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നു. ഇനി അടുത്താണ് പ്രശ്ന പരിഹരണ രീതി എന്ന് പറയുന്നത്. എന്തായിരിക്കും ഈ പ്രശ്ന പരിഹരണ രീതി എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു നേരിടുന്ന പഠന പ്രശ്നത്തെ പരിഹരിക്കാൻ നിലവിലുള്ള ധാരണയും നൈപുണ്യം മതിയാവാതെ വരുമ്പോൾ പുതിയ അറിവ് തേടി പോകേണ്ടതായിട്ട് നമുക്ക് വരുന്നു. അപ്പോ പ്രതികാത്മകമായ ചിന്ത, യുക്തിചിന്ത എന്നിവ വളർത്തുന്നതിന് സഹായിക്കുന്ന പഠന രീതി ചോദിക്കുകയാണെങ്കിലോ അത് പ്രശ്ന പരിഹരണ രീതിയാണ് കേട്ടോ. ചിന്തയും യുക്തിചിന്തയും ഒക്കെ വളർത്തുന്ന സഹായകമായ പഠന രീതി ഏതാണ്? പ്രശ്ന പരിഹരണ രീതിയാണ്. അപ്പൊ പ്രശ്ന പരിഹരണ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രശ്നം തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് നമ്മൾ നിർവചിക്കുന്നു. ഇന്നതാണ് പ്രശ്നം. ഇനി എന്ത് ചെയ്യുന്നു? അതിനു വേണ്ടിയിട്ടുള്ള ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു. ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്താലോ പ്രശ്ന പരിഹാരണ തന്ത്രങ്ങൾ, ആ പ്രശ്നത്തെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പരിഹരിക്കാം എന്ന തന്ത്രങ്ങൾ വരുന്നു. എന്നിട്ട് അതിലേക്ക് വേണ്ട വിവരങ്ങൾ ശേഖരിക്കുകയും ആ പ്രശ്നത്തെ എന്ത് ചെയ്യുന്നു? നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയും ആ പ്രശ്നത്തെ വിലയിരുത്തുകയുമാണ് വരുന്നത്. പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക, പിന്നെ അതിന്റെ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുക, പിന്നെ എന്താണ് പ്രശ്ന പരിഹാര തന്ത്രങ്ങൾ കണ്ടെത്തുക, ആ കണ്ടെത്തിയ തന്ത്രങ്ങളെ കൃത്യമായിട്ട് നടപ്പിലാക്കുക, അപഗ്രന്ഥനവും നിഗമനവും അതുപോലെ തന്നെ വിലയിരുത്തലും
വരുന്നു. അടുത്തതെന്ന് പറയുന്നത് അപഗ്രന്ഥന രീതിയാണ്. എന്തായിരിക്കും ഈ അപഗ്രന്ഥന രീതി എന്ന് പറയുന്നത്? പ്രശ്നത്തെ ഉപപ്രശ്നങ്ങളായി മാറ്റുന്ന രീതിയാണ് ഏത്? അപഗ്രന്ഥന രീതി. എന്താണ്? പ്രശ്നത്തെ എന്ത് ചെയ്യുന്നു? ഉപപ്രശ്നങ്ങളാക്കി മാറ്റുന്ന രീതിയാണ് അപഗ്രന്ഥന രീതി എന്ന് പറയുന്നത്. അപഗ്രന്ഥ രീതിയിലുള്ള പ്രശ്നത്തെ വിവിധ വശങ്ങളും പ്രശ്ന കാരണവും തിരിച്ചറിയാൻ സഹായിക്കുന്നു. അപ്പൊ ഈ പ്രശ്നത്തെ വിവിധ ചെറു വിഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ വിവിധ ഇതായിട്ട് ഉപപ്രശ്നങ്ങളായിട്ട് മാറ്റി നമ്മൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രശ്ന രീതിയിലുള്ള വിവിധ വശങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപഗ്രന്ഥന രീതിയിലൂടെ സാധിക്കുന്നതായിരിക്കും. അപ്പോ എന്താണ് ഈ അപഗ്രന്ഥ രീതിയുടെ പരിമിതികൾ എന്തൊക്കെയാ? ദൈർഘ്യമേറിയ പ്രക്രിയയാണ്. കാരണം ഈ പ്രശ്നങ്ങളെ വളരെ വലിയൊരു ഉപപ്രശ്നങ്ങളാക്കി മാറ്റണം, അല്ലെ? പല പല ഘട്ടങ്ങളാക്കി മാറ്റണം. അതുപോലെ മികവും വേഗവും ആർജിക്കാൻ പ്രയാസമാണ്. വേഗം എന്ന് പറയുന്നത് കാരണം ഇത് സ്ലോ ആയിട്ട് നടക്കുന്ന പ്രശ്നമായതുകൊണ്ട് നമുക്ക് തന്നെ ഇത് ഒരു വേഗത്തിൽ നടപ്പിലാക്കാനൊന്നും സാധിക്കില്ല. മറ്റൊന്നാണ് പ്രൊജക്ട് രീതി എന്ന് പറയുന്നത്. എന്നാൽ പ്രൊജക്ട് രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ജീവിത പ്രശ്നമോ സാന്ദർഭികമായി വന്നു ചേരുന്ന പ്രശ്നമോ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപഗ്രന്ഥിച്ച് പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് ഏത്? പ്രൊജക്ട് രീതി. അപ്പൊ ഒരു യഥാർത്ഥ ജീവിത പ്രശ്നമോ സാന്ദർഭികമായി വന്നു ചേരുന്ന പ്രശ്നമോ നിശ്ചിത സമയത്തെ പരിധിക്കുള്ളിൽ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന രീതിയാണ് ഏത്? പ്രൊജക്ട് രീതി എന്ന് പറയുന്നത്. അപ്പൊ ജോൺ ഡ്യൂയുടെ പ്രായോഗികവാദം ബന്ധപ്പെട്ട രീതി. അപ്പൊ ജോൺ ഡ്യൂയുമായി ബന്ധപ്പെട്ട രീതി ഏതാ? അത് പ്രൊജക്ട് രീതിയാണ് കേട്ടോ. അപ്പൊ ജോൺ ഡ്യൂയുമായി ബന്ധപ്പെട്ട രീതി ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ്? അത് പ്രൊജക്ട് രീതിയാണെന്ന് കൃത്യമായിട്ട് ഒന്ന് ഓർക്കുക. അപ്പൊ എന്താണ് പ്രൊജക്ട് രീതി? ഒരു യഥാർത്ഥ ജീവിത പ്രശ്നമോ സാന്ദർഭികമായി വന്നു ചേരുന്ന പ്രശ്നമോ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപഗ്രന്ഥിച്ച് പരിഹാരം കണ്ടെത്തുന്ന പഠന രീതിയാണ് ഏത്? പ്രൊജക്ട് രീതി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ LPSC NCA വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ LPSC NCA എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക കേട്ടോ. നിങ്ങൾക്ക് നമ്മൾ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നൽകുന്നതായിരിക്കും. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് വായിച്ച് ക്രോഡീകരിച്ച് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം വേക്കൻസി നമുക്ക് ഇപ്പൊ നിലവിലുണ്ട്. കൂടാതെ വേക്കൻസീസ് വരികയും ചെയ്യും. അപ്പൊ നിങ്ങൾ ശ്രമിക്കാതിരുന്നുകൊണ്ട് നാളെ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാകരുത്. അതുപോലെ 25 ഓൺലൈൻ മോഡൽ എക്സാമും നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. LPUP ഇന്റർവ്യൂവിനുള്ള നല്ല രീതിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുക. നിങ്ങൾക്ക് ആ ജോലി ഉറപ്പായിട്ടും കിട്ടുന്നതായി. നമ്മൾ ഇന്റർവ്യൂവിനും പെർഫോം ചെയ്യുമ്പോൾ അത്രമാത്രം പ്രാധാന്യം ഇന്റർവ്യൂവിനുണ്ട്. കാരണം നമ്മുടെ ഇന്റർവ്യൂവിന് മാർക്ക് മാറ്റി നമ്മൾ ഇന്റർവ്യൂവിന് സാധിക്കുന്നതായിരിക്കും. മെയിൻ ലിസ്റ്റ് കുറച്ചുകൂടെ മുൻപിലെത്താൻ നിങ്ങൾക്ക് ഇന്റർവ്യൂവിലൂടെ സാധിക്കും. അപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും 10 മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കുക കേട്ടോ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ. ഇനി അടുത്തതാണ് കളി രീതി എന്ന് പറയുന്നത്. കളിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? അതൊരു കളിയുടെ പ്രചാരകൻ ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഹെൻറി കാർഡൽ കുക്ക് ആണ് കേട്ടോ. ഹെൻറി കാർഡൽ കുക്ക് ആണ് ഈ ഒരു കളിരീതിയുടെ പ്രചാരകൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കളിരീതിയുടെ പഠനം കുട്ടികളെ സ്വതന്ത്രമായി ചിന്തിപ്പിക്കുന്നതും കുട്ടികളെ കളിയിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കും. കളിയിലൂടെ കുട്ടികൾ എന്ത് ചെയ്യുക? അവരുടെ ഒരു വളർച്ചയെ ഘട്ടങ്ങളായിട്ട് നോക്കി കാണുകയും കളികളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ കളികളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് ഏത്? കളി രീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുറ്റുപാടും സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും ജിജ്ഞാസയെ ത്വരിതപ്പെടുത്താനും അപകടരഹിതമായ അവസ്ഥകളിൽ നിരീക്ഷണം നടത്താനും സഹായിക്കുന്ന പഠന രീതി ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ്? അത് കളി രീതിയാണെന്ന് ഓർക്കുക. റബ്ബർ പന്ത് കളിക്കുന്ന കുട്ടി കൂട് ശക്തി ഏറിയുമ്പോൾ അത് കൂട് ഉയർത്തി പന്ത് പൊങ്ങുന്നു. അപ്പൊ കൂട് ശക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പന്ത് ഉയരങ്ങളിലേക്ക് പൊങ്ങുമ്പോൾ അറിവ് നേടുന്നു. അതിലൂടെ കുട്ടികൾ കളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോരോ കളികളിലൂടെ കുട്ടികൾ എന്താണ്? ഓരോരോ കാര്യങ്ങൾ അറിവ് ആർജിക്കുകയുമാണ് കളി രീതിയിലൂടെ കൃത്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശിശു കേന്ദ്രീകൃത രീതികൾ നോക്കി. അന്വേഷണാത്മക രീതി, അതുപോലെ തന്നെ എന്താണ് പ്രശ്ന പരിഹരണ രീതി, അപഗ്രന്ഥന രീതി, പ്രൊജക്ട് രീതി, കളി രീതി. ഇനി അടുത്താണ് അധ്യാപക കേന്ദ്രീകൃത രീതികൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അധ്യാപക കേന്ദ്രീകൃത രീതികളായിട്ട് വരുന്നത്? ആഗമന നിഗമന രീതി. എന്താണ്? ആഗമന നിഗമന രീതി, പ്രഭാഷണ രീതി, ഡെമോൺസ്ട്രേഷൻ രീതി. അപ്പൊ ആഗമന നിഗമന രീതി വരുന്നുണ്ട് അധ്യാപക കേന്ദ്രീകൃത രീതിയിൽ, പ്രഭാഷണ രീതി വരുന്നുണ്ട്, ഡെമോൺസ്ട്രേഷൻ രീതി വരുന്നുണ്ട്. അപ്പൊ ഓരോന്നും എന്താണ് നമുക്ക് ആദ്യം പരിശോധിക്കാം. അപ്പൊ നമുക്ക് ആദ്യം ആഗമന നിഗമന രീതി, അതായത് എന്താണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതെന്താണ് നമുക്ക് തരം തിരിച്ചു തന്നെ പഠിക്കാം. ഇതിനകത്ത് ആഗമന രീതി എന്ന് പറഞ്ഞാൽ ശിശു കേന്ദ്രീകൃതമാണ്, ശിശുവിനാണ് ഇമ്പോർട്ടൻസ്. നിഗമന രീതി എന്ന് പറഞ്ഞാൽ അധ്യാപക കേന്ദ്രീകൃതമാണ്. ഇനി ആഗമന രീതിയിൽ എങ്ങനെയാണ്? അറിവിന്റെ ഒഴുക്ക് ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്കാണ്. ഇവിടെ നിഗമന രീതിയിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. അറിവിന്റെ ഒഴുക്ക് പൊതുതത്വത്തിൽ നിന്ന് ഉദാഹരണങ്ങളിലേക്ക് ആണ്. സ്വാശ്രയശീലം വളർത്തുന്നു. എന്താണ്? സ്വാശ്രയശീലം വളർത്തുന്നു. മറ്റൊരിടത്താണെങ്കിലോ ആശ്രിതത്വം വളർത്തും. കാരണം സ്വാശ്രയശീലം എന്ന് പറയുന്ന കുട്ടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കുന്നത്. നിഗമന രീതി അധ്യാപന സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഒരു ആശ്രിതത്വം വളർത്തുന്നു. പുതിയ അറിവിലേക്ക് നയിക്കുന്നു.
അപ്പൊ എന്താണ്, കുട്ടി പുതിയ പുതിയ അറിവുകൾ ശിശു കേന്ദ്രീകൃതമായതുകൊണ്ട് തന്നെ പുതിയ പുതിയ അറിവുകൾ കണ്ടുപിടിക്കുന്നു. മറ്റോടത്ത് അധ്യാപകനാണ് അറിവ് പകർന്നു കൊടുക്കുന്നത്. ഇനി ഇവിടെയോ പ്രവർത്തനങ്ങൾ പുതിയ ആശയങ്ങൾ എത്തിച്ചേരുന്നു. കുട്ടികൾ സ്വയം ചെയ്ത് പഠിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ പുതിയ ആശയങ്ങളിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്നു. അധ്യാപകൻ ആശയം വിശദീകരിച്ചു കൊടുക്കുകയാണ് എന്തിലൂടെ ചെയ്യുന്നത്, നിഗമന രീതിയിലൂടെ ചെയ്യുന്നത്. സമയം അധികം വേണ്ടി വരുന്നു. കാരണം എന്താണ്, കുട്ടികൾ തന്നെയാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും പ്രശ്നത്തെ സോൾവ് ചെയ്യുകയും അറിവ് ഉണ്ടാക്കിയെടുക്കുന്ന കുട്ടികൾ തന്നെ ആയതുകൊണ്ട് സമയം ആവശ്യമായി വരുന്നു. അവിടെയാണെങ്കിൽ നിഗമന രീതി അധ്യാപക കേന്ദ്രീകൃതമായതുകൊണ്ട് തന്നെ കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ. അധ്യാപകനാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. കുട്ടികളുടെ കാഴ്ചപ്പാടിന് യോജിക്കുന്ന തരത്തിൽ കുട്ടികൾ കാര്യങ്ങൾ ചെയ്യുന്നു. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടത്, അത് ഇന്ന പോർഷൻസ് ഇന്ന രീതിയിൽ പഠിപ്പിക്കണം മുൻകൂട്ടി സിലബസിൽ എഴുതി വെച്ചേക്കുമായിരിക്കും. അതുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിക്കുന്നതായിരിക്കും ഈ ഒരു നിഗമന രീതി എന്ന് പറയുന്നത്. ഇനി എന്താണ്, വിശാലമായ ചിന്തയെ വളർത്തിയെടുക്കാനായിട്ട് എന്തിലൂടെ സാധിക്കുന്നു, നമ്മുടെ ആഗമന രീതിയിലൂടെ സാധിക്കുന്നു. പക്ഷെ ആശയങ്ങൾ കേട്ടു പഠിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, നിഗമന രീതിയിൽ ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ ഇത്രയും ഓർത്താൽ മതി. ആഗമന രീതി എന്ന് പറഞ്ഞ ഒരു ശിശു കേന്ദ്രീകൃതമാണ്. നിഗമന രീതി എന്ന് പറഞ്ഞ അധ്യാപക കേന്ദ്രീകൃതമാണ്. അപ്പൊ അധ്യാപക കേന്ദ്രീകൃതം എല്ലാ കാര്യങ്ങളും അധ്യാപകൻ സ്പൂൺ ഫീഡ് ചെയ്യുമായിരിക്കും. എല്ലാ കാര്യം കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അത് കേട്ടിരിക്കുന്ന ഒരു പാവ പോലെ ഇരിക്കുന്ന ഒരു ഇത് മാത്രമായിട്ടാണ് ആര് വരുന്നത്, കുട്ടി വരുന്നത്. പക്ഷെ ആഗമന രീതിയിൽ എങ്ങനെയാണ്, കുട്ടികൾ സ്വയം അറിവ് കണ്ടെത്തി പഠിക്കുകയും അത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ അറിവ് വളരാനും അവൻ്റെതായിട്ടുള്ള കാര്യം വളർത്തിയെടുക്കാനും ആഗമന രീതിയിലൂടെ സാധിക്കും. ഇനി അടുത്തത് പ്രഭാഷണ രീതിയാണ്. ഇത് പ്രഭാഷണ രീതി എന്ന് പറഞ്ഞാൽ എന്താ, ലെക്ചർ മെത്തേഡാണ്. അധ്യാപക കേന്ദ്രീകൃതമാണ്. അധ്യാപകൻ ക്ലാസ്സിൽ വരുന്നു, ഒരു ടോപ്പിക് പഠിക്കുന്നു, കുട്ടികളെല്ലാം കേട്ടിരിക്കുന്നു. ചിലപ്പോൾ സംശയം കുട്ടികൾക്ക് ഉണ്ടാകും, ചിലപ്പോൾ സംശയം ഉണ്ടാവില്ലെങ്കിൽ അധ്യാപകൻ എന്താണ്, ഒരു സ്റ്റോറി പോലെ ലെക്ചർ പോലെ ആ പഠിക്കാനുള്ള പോർഷൻസ് ഒക്കെ അങ്ങ് പഠിപ്പിച്ചു തന്നിട്ട് അധ്യാപകൻ അങ്ങ് പോകുന്നു. മറ്റൊന്ന് ഡെമോൺസ്ട്രേഷൻ രീതിയാണ്. എന്താണ് ഡെമോൺസ്ട്രേഷൻ രീതി? ഡെമോ നൽകുന്ന അല്ലെങ്കിൽ പ്രവർത്തനം അല്ലെങ്കിൽ ആശയം നടപ്പിലാക്കുക എന്താണ് ഈ വാക്കിന്റെ അർത്ഥം വരുന്നത്. അധ്യാപന വിദ്യാർത്ഥിയിലെ വ്യാപ്തിയും ഘട്ടം ഘട്ടമായുള്ള പ്രദർശന രീതി ഉപയോഗിക്കുന്നത് പഠിപ്പിക്കുന്നു. പ്രദർശന രീതി അധ്യാപനത്തിന് പ്രായോഗിക ഒരു മാർഗമാണ്. അതിനുവേണ്ടി അധ്യാപക പോസ്റ്ററുകള്, പവർ പോയിന്റ് പ്രസന്റേഷനില്, ചാർട്ടുകളൊക്കെ കാണിച്ചുകൊണ്ട് എന്താണ് കുട്ടികളെ ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുന്ന രീതിയാണ് ഏത്, ഡെമോൺസ്ട്രേഷൻ രീതി എന്ന് പറയുന്നത്. അപ്പൊ ഡെമോൺസ്ട്രേഷൻ രീതിക്ക് പല ഘട്ടങ്ങളുണ്ട്. അതിലൊന്ന് ആസൂത്രണമാണ്. അധ്യാപകൻ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. മറ്റൊന്ന് പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. പിന്നെ ആ വിഷയം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. പിന്നെ അത് കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിക്കുന്നു. പിന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ടീച്ചിങ് എയ്ഡ്സ്, എന്തെങ്കിലും ടീച്ചിങ് എയ്ഡ്സ്, ചാർട്ടോ ഗ്ലോബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ഉപയോഗിക്കുന്നു. പിന്നെ എന്താവുന്ന കുട്ടികൾക്കെല്ലാം പഠിപ്പിച്ച കാര്യം മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ച പോർഷൻ 1-2 ചോദ്യങ്ങളൊക്കെ ഇവാലുവേഷന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നു. ഇതൊക്കെയാണ് ഡെമോൺസ്ട്രേഷൻ രീതിയിൽ വരുന്നത്. അപ്പോൾ അധ്യാപക കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ എന്താ, അധ്യാപകനാണ് മെയിൻ റോള്. കുട്ടികൾക്ക് അവിടെ ഒരു ജസ്റ്റ് അത് എന്താണ്, കുട്ടികൾക്ക് വലിയ റോളൊന്നും അധ്യാപക കേന്ദ്രീകൃത രീതിയിൽ ഇല്ല. അധ്യാപകനാണ് മെയിൻ റോൾ എടുക്കുന്നത്. ആഗമന നിഗമന രീതിയും പ്രഭാഷണ രീതിയും ഡെമോൺസ്ട്രേഷൻ രീതിയും അധ്യാപക കേന്ദ്രീകൃത രീതിയുടെ പ്രത്യേകതകളാണ്. മറ്റും ശിശു കേന്ദ്രീകൃത രീതിയാണ്. അതിനകത്ത് സ്റ്റുഡൻസിനാണ് ഇമ്പോർട്ടൻസ്. അധ്യാപകർ വലിയ റോളൊന്നുമില്ല. അധ്യാപകൻ ഫ്രണ്ട്, ഒരു ഗൈഡോ മാത്രം മാറുന്നു. അതിനകത്ത് അന്വേഷണാത്മക രീതി, പ്രശ്ന പരിഹരണ രീതി, അപഗ്രന്ഥന രീതി, പ്രൊജക്ട് രീതി, കളി എന്നിവയൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നവയാണ്. അപ്പൊ നിങ്ങൾക്ക് LPSC NCAക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്, ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും 25 മോഡൽ എക്സാം തയ്യാറാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക. LPUP ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കാണ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും 10 മോഡൽ എക്സാമും തയ്യാറാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കുക കേട്ടോ. മറക്കണ്ട. ആദ്യമായിട്ടാണ് PSC കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.